പത്തനംതിട്ടൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നാഗേന്ദ്രനാണെങ്കിൽ CCTVയിലൂടെ മാളവികയാണെങ്കിൽ ഓഫീസിൽ കയറിയിട്ടാണെങ്കിൽ സ്റ്റോർ റൂമിൽ കയറുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ കാഴ്ച നാഗേന്ദ്രൻ അവന്തികയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അച്ഛാ ഇവള് പെട്ടെന്ന് കയറി വന്നൊരു സ്റ്റാഫാണ്, ഇനി ഇവളാണോ ഇവിടെ നിന്ന് ഒറ്റി കൊടുത്ത് ആനന്ദപുരിക്കാർക്കൊക്കെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവളാണോ പറഞ്ഞു കൊടുക്കുന്നതെന്നൊക്കെ അവന്തിക ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഒന്നും തീരുമാനം ആയിട്ടില്ല മോളെ, നമുക്ക് പെട്ടെന്ന് ഇവളാണെന്ന് നമുക്ക് ഉദ്ദേശിക്കാനൊന്നും പറ്റത്തില്ല. കാര്യം വെച്ചാൽ ഇവള് നമുക്ക് നല്ല ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വരച്ച് തരുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഒരുപാട് ലാഭങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്നൊരു തീരുമാനമൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അന്വേഷിക്കണമെന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നുണ്ട് അവന്തിക. നാഗേന്ദ്രനാണെങ്കിൽ അവന്തിക അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും അവൾ സ്ട്രോങ് റൂമിൽ എന്താ തിരഞ്ഞതെന്ന് നമുക്ക് അറിയണമല്ലോ, അതിനെക്കുറിച്ച് എന്തായാലും അവിടുത്തെ ഒന്ന് ചോദ്യം ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നാഗേന്ദ്രനാണെങ്കിലും ഓഫീസിൽ വന്നിട്ടാണെങ്കിൽ നമ്മൾ ആ മാളവികയെ വിളിച്ചിട്ടാണെങ്കിൽ മാളവിക അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ആണെങ്കിൽ ഇന്നേ വരെ എന്നെ കണ്ടിട്ടില്ലായിരുന്നല്ലോ, പക്ഷേ എനിക്ക് ഇന്ന് നിന്നെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്താണ് സ്ട്രോങ് റൂമിലാണെങ്കിൽ കയറി അന്വേഷിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിലും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യം നിനക്കെന്താ അത്രയ്ക്കും അറിയാത്തൊരു വിഡ്ഢിയാണോ നീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മാളവിക ചിന്തിക്കുന്നുണ്ട്, ഇയാളങ്ങനെ ഇതൊക്കെ അറിഞ്ഞു, ഇവിടെ ആണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചാണല്ലോ ഇവിടെ എല്ലാം ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടാണല്ലോ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തതെന്നൊക്കെ മാളവിക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് നാഗേന്ദ്രനാണെങ്കിലും മാളവികയാണെങ്കിലും കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും വലിയ സ്ഥാപനത്തിലാണെങ്കിൽ ക്യാമറ ഉണ്ടെന്നുള്ള പോലും അറിയാതാണല്ലോ നീ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മാളവിക പറയുന്നുണ്ട്, ഞാനതിന് എന്ത് തെറ്റാ സാറേ ചെയ്തത്, സാർ എന്താ കണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തിനാ സ്റ്റോർ റൂമിൽ കയറിയത്, നിനക്ക് സ്റ്റോർ റൂമിൽ കയറേണ്ട ഒരു ആവശ്യവും ഇല്ലല്ലോ, അതന്നെ ആണെങ്കിൽ ഞാൻ അനുവാദം കൊടുത്തിട്ടുള്ളത് ഡേവിഡിന് മാത്രമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ മാളവികയാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നുണ്ട്, അത് സാറേ പെട്ടെന്നൊരു മെയിലും കാര്യങ്ങളും വന്നായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ഫയലും കാര്യങ്ങളും എനിക്ക് അത്യാവശ്യമായിട്ട് വേണമായിരുന്നു, അപ്പം നമ്മുടെ സ്ഥാപനമല്ലേ, അപ്പോൾ എനിക്ക് എവിടെയും കയറാമെന്നുള്ളൊരു അധികാരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനകത്ത് കയറിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇനിയും ഓരോ കള്ളങ്ങൾ പറഞ്ഞ് നീ രക്ഷപ്പെടാമെന്ന് നോക്കണ്ട, നീ ആർക്ക് വേണ്ടി ചാരപ്പണി ചെയ്യാൻ വേണ്ടിയാണ് നീ ഇവിടെ വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് നാഗേന്ദ്രനാണെങ്കിലും മാളവികയാണെങ്കിലും ഒന്ന് ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. ആ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, നീ ആർക്ക് വേണ്ടിയാണ് ചാരപ്പണി ചെയ്യാൻ വന്നത് മാത്രം നീ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് വിടത്തത് പോലുമില്ല, നീ പുറം ലോകം പോലും കാണത്തില്ല, ഇനിയുള്ള ഓരോ ദിവസങ്ങളും നിനക്ക് പേടി സ്വപ്നങ്ങൾ മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മാളവികയാണെങ്കിൽ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ സമയത്ത് മാളവികയാണെങ്കിൽ ഒരു കാര്യങ്ങളും പറയുന്നില്ല. കാരണം വെച്ചാൽ ആദർശന് വേണ്ടി തന്നെ സപ്പോർട്ടിങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് മാളവികയാണെങ്കിൽ. മാളവിക അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്തായാലും ആദർശ് സാറിന് ഞാൻ ഒറ്റ കൊടുക്കത്തില്ല, ഞാൻ പല സമയത്തും എൻ്റെ ഓരോ ആപത്ത് സമയത്തായാലും എന്നെ സഹായിച്ചിട്ടുള്ളത് ആദർശ് സാറാണ്, അപ്പോൾ ആ ആദർശ് സാറിനെ ഞാൻ ഒരിക്കലും ഇവരെ മുമ്പിൽ കാണിച്ചു കൊടുക്കത്തില്ല എന്നൊക്കെ മാളവിക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മാളവിക ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് പറ്റുന്നത്ര ഞാൻ പിടിച്ച് നിൽക്കും, ഇവർ ചോദിച്ചാലും ഞാൻ ആദർശമായിട്ടും നയനേച്ചിയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെന്നുള്ള കാര്യം ഞാൻ ഇവരുടെ അടുത്ത് പറയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നീ അതിബുദ്ധി കാണിച്ച് നീ ഓരോന്ന് ചെയ്യാമെന്ന് നീ വിചാരിക്കേണ്ട, എന്തായാലും എൻ്റെ അടുത്ത് കളിച്ചവരെയൊന്നും ഞാൻ കൂടുതൽ നാൾ ഞാൻ പുറം ലോകം കാണിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ മാളവികയെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നാഗേന്ദ്രൻ്റെ കൂടെ അവന്തികയുണ്ട് കേട്ടോ. അപ്പോൾ അവന്തികയാണെങ്കിലും മാളവികയുടെ ഉടുപ്പിൽ കയറിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിന്നെ ആരാടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്നൊക്കെ, മര്യാദയ്ക്ക് സത്യം പറയുന്നൊക്കെ പറയുന്നുണ്ട്. അവന്തിക പറയുന്നുണ്ട്, നീ സത്യം പറഞ്ഞാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നീ ഓഫീസിൻ്റെ പുറം ലോകം നീ കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാളവികയെ കയറി പിടിച്ചു വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മാളവിക പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യം തന്നെ, അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മാളവിക. മാളവികയാണെങ്കിൽ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നാഗേന്ദ്രനാണെങ്കിൽ സഹിയായിട്ട് നിരാശയോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവന്തിക ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇവള് പറഞ്ഞ എന്തെങ്കിലും സത്യമായിരിക്കുമോ, ഇവളെന്താ അത്യാവശ്യമായിട്ട് മെയിൽ വന്ന് അത് നോക്കാൻ വേണ്ടി കയറിയെന്നല്ലേ ഇവള് പറഞ്ഞത്, അത് സത്യമായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ആ മെയിൽ എനിക്കും വന്നു മോളെ, പക്ഷേ അത് ഇവളെങ്ങനെ അറിഞ്ഞെന്നാണ് എനിക്ക് സംശയം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അവന്തികയും അതുപോലെ നാഗേന്ദ്രനും ആണെങ്കിൽ ഇപ്പോൾ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താ സത്യങ്ങളൊന്നും മാളവികയുടെ വായിൽ നിന്ന് വരുന്നതും ഇല്ലല്ലോ, അപ്പം രണ്ടുപേരും ആണെങ്കിൽ കൺഫ്യൂഷനൊക്കെ ആയിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.